ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമുക്കൊരു മീൻ കറി തയ്യാറാക്കാം. അയിലയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല മാങ്ങയൊക്കെ ഇട്ട് അതുപോലെ തേങ്ങയും ഒക്കെ അരച്ചിട്ട് നല്ല അടിപൊളി ഒരു അയിലക്കറിയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. ഞാനിവിടെ അയിലയൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് ചതച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഇഞ്ചി ചതച്ചതും അതുപോലെ 2-3 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇനി ഒരല്പം ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂടിയാണ് കേട്ടോ സാധാരണയായിട്ട് ഉലുവ ചേർക്കാറുള്ളത്. ഞാനിവിടെ ഉലുവ പൊടി ആയതുകൊണ്ടാണ്, അത് പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് അപ്പോൾ ചേർത്ത് കൊടുക്കാതിരുന്നത്. ഈ പൊടികളൊക്കെ നല്ല പോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നല്ല പോലെ തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3-4 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മീനൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഒത്തിരി പുളിയില്ലാത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 5-6 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വേറെ ഒന്നും ചേർക്കാതെ നമ്മൾ ആ തേങ്ങാപ്പീര മാത്രമേ അരച്ചിട്ടുള്ളൂ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മീനൊക്കെ പൊടിഞ്ഞു പോകാതെ പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ 2 മിനിറ്റ് കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഈ ചട്ടിയുടെ ചൂടിലിരുന്നുകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് അതുപോലെ ചാറൊക്കെ ഒന്നുകൂടി കുറുകി വരും കേട്ടോ. അങ്ങനെ അയിലക്കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.